ഹലോ ഗൈസ്, ഞങ്ങളെ വീട് കാണാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. ഇവിടുത്തെ റോഡൊക്കെ കണ്ടോ, അടിപൊളിയാക്കി കേട്ടോ. ആദ്യമൊന്നും അത്രയ്ക്ക് വീതിയൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ വീതി കൂട്ടി നല്ല അടിപൊളിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഞങ്ങളുടെ വീട് ഇത്രയും പണി എത്തി. നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് കാണിച്ചു തരാവേ. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇനിയുണ്ട് കുറേ പണികളൊക്കെ, ഇത് പുതുക്കി പണിതതാണ്. ഇങ്ങോട്ട് കയറിയിട്ട് മടുത്തു. ഇതാണ് കേട്ടോ ഇങ്ങനെ ഏരിയ. റോഡ് പണിയായിട്ട് താഴെ ഓട്ടോ ഒക്കെ ഇട്ട് ഞങ്ങൾ കയറി വന്നതാണ്. ഇങ്ങോട്ട് വണ്ടി കയറ്റി വിടത്തില്ല. പിന്നെ ഇവിടെയൊക്കെ വേറെ വീടൊക്കെ വരുന്നുണ്ട്. നമുക്ക് വീടിൻ്റെ അകത്തോട്ട് പോയാലോ. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അകം. ഇത് ഹാള്. ഇതൊരു ബെഡ്റൂമാണ്. ഇത് ആദ്യമേ ഉണ്ടായിരുന്നതാണേ. ആദ്യം 2 ബെഡ്റൂമും ഒരു ഹാളും കിച്ചണാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ബാക്കിയും കൂടെ സെറ്റാക്കി എടുക്കുക ചെയ്തത്. ഞങ്ങളുടെ ഹാളിന് ആദ്യം വീതി ഇല്ലായിരുന്നു. കണ്ടോ ഈ വെട്ട് കണ്ടോ, ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ വീതി. അപ്പോൾ പിന്നെ ബാക്കി ഇങ്ങനെ ഇത്രയും ഭാഗം വരുന്നതും കൂടെ കൂട്ടി വീതി പിടിച്ച് കൂട്ടി ഇങ്ങനെ ആക്കി എടുക്കുക ചെയ്ത്. അപ്പോൾ നമുക്ക് ബാക്കി ഏരിയ കാണാം. പിന്നെ ഇത് കോമൺ ബാത്റൂമാണ്. ഇതിങ്ങനെ ഹാളിൽ നിന്ന് റൂമിലേക്കും കിച്ചണിലേക്കും പോകുന്ന ഒരു എൻട്രൻസാണ്. കോൺക്രീറ്റിൻ്റെ പണി തട്ടെടുത്ത് കഴിഞ്ഞ് വാർക്കയുടെ. ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ പണി നിലം കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് വെള്ളമൊഴിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നതാണ്. പിന്നെ ഇതൊരു ബെഡ്റൂം. ഇതാണ് പുതിയ പിടിച്ചത്. പിന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഇത്രയൊക്കെ ആയിട്ടുള്ളൂ പണി. ഇനിയാണ് പണി കിടക്കുന്നത്. ഇവിടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. ഇത് താഴ്ഭാഗം. കിച്ചണിലേക്ക് പോവാം. ഇത് കിച്ചൺ. ഇതിലൂടെ വെട്ടിയേക്കുന്നത് വയറിങ്. അതാണോ അതാ കൊടുത്തേക്കുന്നത്? ഇത് ഈ വെട്ട് കൊടുത്തേക്കുന്നതൊക്കെ അല്ലേ. അതിൻ്റെ പൈപ്പിങ് വന്ന് പോയല്ല, വയറിങ് വന്ന് പോയേക്കുന്നത് കോൺക്രീറ്റിൻ്റെ അടിവഴി. ഇവിടെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് അല്ലേ, മെയിൻ ബോക്സ് വരുന്നത്. ഇത് ബാക്ക് വശം. ഇങ്ങനെ കെട്ടി പടം തൊട്ട് കെട്ടി ഇങ്ങനെ ഞങ്ങളുടെ ഇതിൻ്റെ ഒപ്പമൊക്കെ ഉള്ളതാണ്. ഇത്രയും പൊക്കമുണ്ട്. ഈ പണിയുന്ന ചേട്ടന്മാരൊക്കെ ഇതേ ഇവിടെ സെറ്റാക്കി അവരുടെ അടുക്കളയാണ്. ഇതേ ഞങ്ങളുടെ പാത്രമൊക്കെ പഴയത് ഞങ്ങൾ ഒത്തിരി പറക്കിക്കൊണ്ട് പോകാതെ വീട് പണിയാൻ തുടങ്ങുമ്പോൾ പറക്കം വെച്ചിരുന്നതാണ്. ഞങ്ങളുടെ കലമൊക്കെ എടുത്ത് കരിച്ചതേ കണ്ടോ. അവിടെ ചാരം മാറിക്കോ. അവരടുപ്പൊക്കെ ഇട്ട് ഇവിടെ ചോറൊക്കെ വെക്കിച്ച് ഇവിടെ ഉണ്ണുന്നത് കണ്ടോ. മാടമല്ല, ഇത് അവരുടെ ഷെഡ്. അവരുടെ അടുക്കളയാ ഇത്. ഇതുണ്ടോ അതിൻ്റെ അടുത്ത്, അത്രയും അടുത്ത് നല്ല റോസയൊക്കെ തളിർത്ത് നിൽക്കുന്നു. ഇതിൻ്റെ ചൂടേറ്റിട്ടു. ഇങ്ങനെ ആദ്യം ചെടി വെക്കുന്ന ഭാഗമായിരുന്നു. ഇങ്ങനെ മുറ്റമൊക്കെ തൂത്തിട്ടിട്ട് വൃത്തിയാക്കി അവിടെ വെച്ചിരുന്നതാണ്. പിന്നെ ഇനി ഇവിടെയൊക്കെ മോഡലൊക്കെ വരുത്താനുള്ളതാണ്. വയറിംഗ് ഒക്കെ സ്വിച്ച് ബോർഡൊക്കെ പിടിപ്പിക്കുന്നതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ടിലൊക്കെ എവിടെയാണ് ഇടുന്നത്, മിക്സി അങ്ങനെ അറേഞ്ച്മെൻറ്റൊക്കെ എവിടെയാണെന്ന് നോക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനും കൂടെ വേണ്ടി എല്ലാം നോക്കാൻ വേണ്ടി കൂടെ വന്നതാണ് ഞങ്ങൾ. അപ്പോൾ ഇനി വീട് പണി ഇനി പൂർത്തിയാകണം. ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിപ്പോൾ കൊടുക്കാം. അപ്പോൾ നോമ്പ് ആറായി. ഇൻഷാ അല്ലാ പയ്യെ പയ്യെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹങ്ങളുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. റോഡിൻ്റെ അപ്പുറം
അവിടെയും ആരോ സ്ഥലമൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്, വീട് വരാനുള്ളതാണെന്ന് തോന്നുന്നു. ആരാന്നറിയില്ല. ഇപ്പോൾ 2 ദിവസം മുമ്പ് റോഡിൻ്റെയും പണിയൊക്കെ കഴിഞ്ഞു. ഇതൊരു മരം നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ടൊന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല, മൊത്തം പണി സാധനങ്ങൾ. ഈ പഴയ വീടിൻ്റെയും കൂടെ പൊളിച്ചിട്ടിരുന്നത് കൊണ്ടാണ് ഇത്രയും. നോക്കാം നമുക്ക് എന്നാലും. ഇത് കണ്ടോ, ഇത് നല്ലൊരു പൂടമരമായിരുന്നേ. അപ്പോൾ ഇത് ഇങ്ങോട്ട് വീതി കൂട്ടിയപ്പോൾ ബെർത്തിൻ്റെ അടിഭാഗത്തോട്ട് വന്നുകൊണ്ട് വെട്ടിക്കളഞ്ഞു. അത് വീണ്ടും തളുത്തു. നല്ല തണലിന് വലിയ ചൂടാണ് ഇവിടെ. അപ്പോൾ തണലിന് വേണ്ടി വെച്ച് പിടിപ്പിച്ച് നല്ലതായി വന്നതായിരുന്നു. പക്ഷേ ഇനിയിപ്പം അത് പറ്റത്തില്ല. ഇവിടെ കൊണ്ട് നിൽക്കുക. ഇനി അതിൻ്റെ സൈഡിലോട്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ. ഒന്ന് മൾബറി നിൽപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നടന്ന് പോകാം. പിന്നെ കട്ടയൊക്കെ വെച്ച് കെട്ടുവാണെങ്കിൽ നമുക്ക് നടന്ന് പോകാം. അത്യാവശ്യം അത്രയേ ഉള്ളൂ, സ്ഥലമില്ല അല്ലാതെ. അങ്ങോട്ടൊന്നും പോയാൽ ഞാൻ പോയി വീഴും. ഇത് വേറൊരാളുടെ സ്ഥലമാണ്, തൊട്ട് ചേർന്ന് ഒരു കപ്പ് നട്ടിട്ടുണ്ട്. കോൺക്രീറ്റ് ഇന്നലെയല്ലേ ചെയ്തത്. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇങ്ങനെ കിടക്കുകയല്ല, താന്ന് പോകത്തില്ലേ അങ്ങോട്ട്. ഓവ പോലെ ഉണ്ടല്ലോ. പാറക്കയുടെ പോലെ ഇങ്ങനെ തങ്ങി കിടക്കണ്ട അല്ലേ? കുഴപ്പമില്ലേ ഇപ്പം? ആ കസേര നനച്ചാ? ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. എടാ ആ കുപ്പി കൊണ്ടുവരാൻ വെറുതെ ഈ വെള്ളം കുടിക്കാൻ. ആ കുപ്പി തരാൻ പറ. ആ തണുപ്പുണ്ടോ? ഇത് അച്ചി എടുത്തുകൊണ്ട് കൊടുക്കുക. പിടിച്ച് നനയ്ക്കല്ലേ. ഇങ്ങോട്ട് മാറിക്കോ, വെള്ളം തെറിക്കും. ഇങ്ങോട്ട് മാറിക്കോ. മതി. എനിക്കാ വെള്ളം താ. ദാഹിക്കുന്നു. എത്ര നേരം വന്നിട്ട്. വെള്ളത്തിൻ്റെ ഒരു തുരുമ്പിയവയുണ്ട്. എന്താ മോട്ടർ ഇടാത്തോണ്ടാണോ എന്നും? പിന്നെന്താ കൈ ശോഭ? അപ്പൊ ശോഭ വരുവോ? ശോഭയില്ലേ? കുടിച്ചു നോക്കിക്കേ. എങ്ങനെയുണ്ട് കുടിച്ചിട്ട്? എടാ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ വെള്ളത്തിന്? ഒന്ന് കുടിച്ചിട്ട് പറഞ്ഞേ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ആ എന്നാ കുഴപ്പമില്ല. അതെ അതെ. ദാഹിക്കുന്ന എനിക്ക് കുടിക്കാതിരിക്കാൻ മതി. ഇവിടെ പൊട്ടിപ്പോയല്ലേ ബോസ്? ഇത് ജോയിൻ ചെയ്തെടുത്താണോ? ഇതേ ഞാൻ അങ്ങോട്ട് പോട്ടെ. തെറിപ്പിക്കല്ലേ.